ഇതാരാ മുടിയൊക്കെ വെട്ടിയത്? ബാബർ ഷോപ്പിലെ അങ്കിള്. ഇതാരാ ഈ ഡിസൈൻ പറഞ്ഞു കൊടുത്തത്? എന്റെ അച്ഛൻ. റൊണാൾഡോ സ്റ്റൈലാ? റൊണാൾഡോ ഒക്കെ പോയത് ഞാൻ അറിഞ്ഞു. ഞാൻ കരച്ചില്. അയ്യോ കരഞ്ഞോ? റൊണാൾഡോ എവിടെ പോയി? വിരമിച്ചു പോയി. വിരമിച്ചു. പോർച്ചുഗൽ എവിടെ പോയി? പോർച്ചുഗല് പോയിട്ടില്ല. പോയിട്ടില്ല. അതൊരു കൺട്രി അങ്കിളെ. അത് പോയിട്ടില്ല. അത് പോകത്തില്ല, മനസ്സിലായോ? കൺട്രി ഒട്ടും ഒട്ടും പോകത്തില്ല. പക്ഷെ ഞാൻ ബ്രസീൽ ഫാനാണ്. അതും പോയി. അതും പൊട്ടിപ്പൊളിഞ്ഞു പോയില്ലേ. ഞാൻ അർജന്റീനയാ. ഞാൻ കാര്യം അറിയാം അർജന്റീനയിലേക്ക്. ഓക്കേ, വാമോസ്. ഫ്രാൻസിലോട്ട് ചേർന്നു. ഫ്രാൻസിൽ എംബാപ്പെ ഉണ്ട്. ഓ, അതാണ് പെട്ടെന്ന്. ഒന്ന് ഞാൻ അങ്ങോട്ട് ചാടട്ടെ? ചേർന്നോ? എന്നോ ഞാനും നവനീതനും ഒരേ കളത്തിൽ. ഒരേ സമയം മൂന്ന് ടീമിലാ കയറിയത്. പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വോട്ടെന്ന് പറയുന്നത് മെസ്സിയാണ്. അതാണ്. ഞാൻ റൊണാൾഡോനെ പറ്റത്തില്ല. സോറി, നവനീത് റൊണാൾഡോയ്ക്ക് വോട്ട് ചെയ്യൂ. റൊണാൾഡോയ്ക്ക് വോട്ട് ചെയ്യാനായി താഴെ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് എല്ലാരും വോട്ട് ചെയ്യണേ. ലോകം മൊത്തം ഫാൻസ് ഉള്ള ഒരാളാണ് ഇവിടെ നിൽക്കുന്നത്. അതായത് ഒരു രക്ഷയില്ല. നമ്മുടെ ഗോട്ട്. അതെ. നവനീത് എത്ര ആൾക്കാരെ പറയണേ? ആരെങ്കിലും വിളിക്കാറുണ്ടോ ഫാൻസ് ഒക്കെ? ഇല്ലേ, ആരും വിളിച്ചില്ലേ? മെസ്സേജ് അറിയുള്ളൂ. മെസ്സേജിൽ എന്ത് പറഞ്ഞു? മെസ്സേജിൽ പറയുന്നത് എന്റെ അമ്മയ്ക്ക് അറിയുള്ളൂ. അമ്മയാണ് മെസ്സേജ് പറയണത് മെസ്സേജിൽ. നല്ല അഭിപ്രായം. അവന് പ്രേക്ഷകർ കുറെ പേര് എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്. അതായത് ടെൻഷൻ വരുമ്പോ നവനീതിന്റെ വീഡിയോ ചിരിക്കും. നവനീതിന്റെ പാട്ട് പറയാറുണ്ടെങ്കിൽ പോലും എല്ലാവരും അവന്റെ കോമഡി, അവന്റെ റിലാക്സേഷന് വേണ്ടി നവനീതിന്റെ വീഡിയോ കാണുന്ന കുറെ ചിരിക്കാൻ വേണ്ടി കുറെ പ്രായമുള്ള അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരും ഒക്കെയാണ് എപ്പോഴും ഇവന്റെ കാര്യങ്ങൾ ചോദിക്കാറ്. ഇവന്റെ വീഡിയോ കാണുമ്പോഴത്തേക്കും നമുക്ക് ഒരു തെറാപ്പിയാണ് ചിരി തെറാപ്പി. ആന്റി ആങ്സൈറ്റി. അത് കേൾക്കുമ്പോ ഭയങ്കര സന്തോഷം. ഒത്തിരി സന്തോഷം സാർ, ഒത്തിരി. കൺമണി പറഞ്ഞല്ലേ എനിക്കന്ന് പനി വന്നു. അത് ആ പനി വന്നപ്പോ ഞാൻ രാത്രി കിടന്നുറങ്ങിയപ്പോ ഞാൻ സ്വപ്നത്തിൽ എന്താണെന്നറിയോ കണ്ടത്? ഞാൻ പറക്കുന്നത്, പിന്നെ ഞാൻ നീന്തുന്നത്, ഒരു വലിയ ഷാർക്കിന്റെയും ബ്ലൂ വെയിലുടെയും കൂടെ നീന്തുന്നത്. ഇതൊക്കെയാണ് കണ്ടത്. പിന്നെ ഞാൻ ബ്ലൂ വെയിലുടെ പൊക്കത്ത് കയറിയിരുന്ന വെള്ളത്തിന്റെ അടി കൂടെ ഒക്കെ പോണത്. അല്ല, എന്നിട്ട് ഷാർക്ക് ഒന്നും ചെയ്തില്ലേ? ഷാർക്കൊന്നും ചെയ്തില്ല. ഷാർക്ക് ഞാൻ കാണിച്ച അപ്പൊ പേടിച്ച് ഒരു പൂച്ചേനെ പോലെ ഇരിക്കും. ഷാർക്ക്. ഓ, എന്ത് തന്നെ സ്വപ്നല്ലേ? സ്വപ്നം. അതെ. ഷാർക്കാണോ? ഓക്കെ. ഇന്ന് പാട്ട് പാടാൻ വല്ല താല്പര്യമുണ്ടോ? ഏതാ പാട്ട്? പണിഷ്മെന്റോ? ആർക്ക്? ഓ, പാട്ടിന്റെ പേരാ അത്. അങ്ങനെ ഒരു പാട്ടുണ്ടോ? ഉണ്ട്. അതെങ്ങനെയാ? അതിന്റെ വേർഡ്സ് എങ്ങനെയാ? പണിഷ്മെന്റ്. ഓ, അതാണ്. പിന്നെയല്ലേ ഞാൻ പേടിച്ചു കേട്ടോ. ഒരു സർപ്രൈസ്. ഇത് വെറും പാട്ടല്ല, ഇതൊരു സംഭവമാണ്. ലൈറ്റ് വിത്ത് പാട്ട്. ഏതോട്ടാ പറയാൻ പറ്റോ? അതല്ലേ? ജനുവരിയിൽ വിരിയും. ഇതിന്റെ കൂടെ എനിക്ക് പാടായിപ്പോ. പാടാൻ പറ്റുമോ നോക്കട്ടെ? ജനുവരിയിൽ വിരിയുമോ, പ്രണയമായി പൊഴിയുമോ, മഴയിൽ നനയുമോ, മെഴുകുപോലൊഴുകുമോ, ശലഭമായി ഉയരുമോ, ശിശിരമായി പടരുമോ, ജനുവരിയിൽ വിരിയുമോ, പ്രണയമായി പൊഴിയുമോ. അതിലൂടെ അത് കേട്ടില്ലല്ലോ. അത് കേൾക്കാൻ പറ്റിയില്ല. അത് 2Xലിട്ട് പോവായിരുന്നു അത് പാട്ട്. അതുകൊണ്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പാട്ട്. ഒറ്റ പാട്ടായിരുന്നു. അതെ. അപ്പൊ ഇന്ന് പാട്ടൊരു പണിഷ്മെന്റ് ആണ്. അതെ. അപ്പൊ പണിഷ്മെന്റ് തന്നോളൂ. ഉണ്ണിയക്കൾ, പാട്ട് കേൾക്കാൻ റെഡിയാണോ? ഞാൻ എപ്പോഴും റെഡി ആയിരിക്കാം. റെഡി ആയതുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്. എന്നാ കേൾക്കാം പാട്ട്. നോക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.